ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബുൽ കലാമി ഫി ത്വവാഫി. ത്വവാഫിൽ സംസാരിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. അതായത് കുറേ കാര്യങ്ങളിൽ നിസ്കാരം പോലെയാണ് ത്വവാഫ്, കുറേ കാര്യങ്ങളിൽ നിസ്കാരം പോലെയല്ല. ഇപ്പോൾ മിണ്ടാൻ പാടില്ല എന്ന വിഷയത്തിൽ നിസ്കാരം പോലെയല്ല. നിസ്കാരത്തിൽ മിണ്ടാൻ പാടില്ല. ഖുമൂലില്ലാഹി ഖാനിത്തീൻ, മിണ്ടാതെ വേണം നിസ്കരിക്കുക. ത്വവാഫിൽ ഖാനിത്തീൻ ആവേണ്ട കാര്യമല്ല, സംസാരിക്കാം. എന്നാലോ വുളു വേണമെന്ന വിഷയത്തിൽ അത് ഇതുപോലെ തന്നെയാണ്. നേസനത്തോട് ശുദ്ധിയാകണം എന്നുള്ള വിഷയത്തിലും അതുപോലെ തന്നെയാണ്, നിസ്കാരം പോലെയാണ്. ഇപ്പോൾ ഖുതുബനെ കുറിച്ചും പറയാം അങ്ങനെ. ഖിബിലക്ക് മുന്നിടണം എന്നുള്ളത് നിസ്കാരത്തിന് വേണ്ട. ഖുതുബക്ക് ഖിബിലക്ക് പിന്നിടണം എന്നാണ്. എന്നാലേ ഖുതുബ ഭംഗിയിൽ നിർവഹിക്കാൻ കഴിയൂ. ഖിബിലക്ക് മുന്നിട്ടുകൊണ്ടുള്ള ഒരു ഖുതുബ നിർവഹിച്ചാൽ ഖുതുബ ആവൂല എന്ന് പറയുന്നില്ല, പക്ഷെ അതല്ല അതിൻ്റെ അദബ്. പിന്നെ മിണ്ടി പറയാൻ പാടില്ല എന്ന വിഷയത്തിൽ ഭാഗികമായി നിസ്കാരം പോലെയാണ്. എന്നുവെച്ചാൽ തഖ്വ കൊണ്ടുള്ള വസിയത്ത് എന്ന മിണ്ടിപ്പറച്ചിൽ വേണം. അതേ അവസരത്തിൽ അജ്നബിയായ കലാം 1.5 മിനിറ്റിൽ കൂടുതലായാൽ നിസ്കാരം ബാത്തില, അല്ല ഖുതുബ ബാത്തിലാകും. എന്നാൽ വുളു വേണം, നസ്രത്തിൽ ശുദ്ധിയാവണം, ആ വിഷയത്തിൽ നിസ്കാരം പോലെയാണ്. തവാഫിൻ്റെ കാര്യവും ചില കാര്യങ്ങളിൽ നിസ്കാരം പോലെയാണ്, ചില കാര്യങ്ങളിൽ നിസ്കാരം പോലെയല്ല. വുളു ഉണ്ടാവണം എന്നതും നസ്രത്തിൽ ശുദ്ധിയാവണം എന്ന് പറയുന്നതും നിസ്കാരം പോലെയാണ്. സംസാരിക്കാൻ പാടില്ല എന്ന വിഷയത്തിലോ അത് നിസ്കാരം പോലെയല്ല. തവാഫിൽ സംസാരിക്കാം, സംസാരിക്കണമെന്നല്ല, സംസാരിക്കാം. ഹദ്ദനാ ഇബ്രാഹിം മൂസ ഹദ്ദനാ ഹിഷാമൻ അന്ന ഇബ്നു ജുറൈജ് അഖ്ബറഹും ഖാല അഖ്ബർനി സുലൈമാനുൽ അഹ്ബലു അന്ന ത്വാവുസൻ അഖ്ബറഹു അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ മറ വഹുവ യതൂഫു ബിൽ കഅബത്തി, തങ്ങൾ കഅബനെ തവാഫ് ചെയ്യുമ്പോൾ ബി ഇൻസാനിൻ, ഒരാളുടെ അരികിലൂടെ പോയി. റബത്ത യദഹു ഇലാ ഇൻസാനിൻ, അദ്ദേഹം തൻ്റേതായ കയ്യിനെ കെട്ടിയിരിക്കുന്നു വേറെ ഒരു മനുഷ്യനിലേക്ക്. എന്തിനെക്കൊണ്ട്? ബി സബിരിന്നോ ബി സൈരിന്നോ, സൈറ് കൊണ്ട്. സൈറ് എന്ന് പറഞ്ഞാൽ ചെരുപ്പിൻ്റെ വാറ് പോലത്തെ വാറാണ്, തോലുകൊണ്ടുണ്ടാക്കുന്ന ഒരു വാറ്. ഔ ബി ഷെയ്ൻ ഔ ബി ഖൈത്തിൻ, അല്ലെങ്കിൽ നൂല് കൊണ്ട്. ഔ ബി ഗൈരി ഷെയ്ൻ ഗൈരി ദാലിക്ക, അല്ലെങ്കിൽ വാറുമല്ല നൂലുമല്ല മറ്റെന്തോ സാധനത്തെ കൊണ്ട്. അപ്പോൾ ഖതഅഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് മുറിച്ചു. സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു ഖുദ് ബി യദിഹി, ഈ വക പരിപാടിയൊക്കെ നിർത്തി വെച്ചിരുന്ന ആട മുന്നിൽ നടക്കുന്ന ആളുടെ പിറകിൽ ഇദ്ദേഹം വഴിതെറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പണിയാണ്. അപ്പോൾ മുന്നിലുള്ള ആൾക്ക് ഒരു ചുമതലയില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഈ കാറങ്ങായിക്കോളും. ഇത് ആഴ തങ്ങൾക്ക് ദേഷ്യം പിടിച്ചു. ഖുദ് ബിയദിഹി, അയാളുടെ കൈ പിടിച്ചുകൊണ്ട് ആനയിക്കൂ. കൈക്ക് പിടിക്കാനല്ലാതെ മനുഷ്യനെ കാറിട്ട് വലിക്കല്ല എന്നല്ല, തെളിക്കല്ല. ഇതൊക്കെ 2ാം നമ്പർ പരിപാടിയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ആവശ്യം എന്താണ്? അൽ കലാം ഫി ത്വവാഫി. നിസ്കാരത്തിലായിരുന്നെങ്കിലും ഇത് മതി നിസ്കാരം ബാത്തിലാവാൻ. 1 അർഫോ 2 അർഫോ പറഞ്ഞാൽ മതിയല്ലോ. ഇവിടെ 4-5 അർഫില്ലേ, അപ്പോൾ അത് ജായിസാണ് എന്ന് മനസ്സിലായി. പിന്നെ ഇപ്പോൾ വർത്തമാനം പറഞ്ഞുകൊണ്ട്, നാടൻ വർത്തമാനം പറഞ്ഞുകൊണ്ട് ചങ്ങാതിക്ക് ഫോണ് വന്ന് ത്വവാഫ് തുടങ്ങിയതാണ്. മറ്റേ തലക്കെന്നുള്ളത് ഒഴിയുന്നില്ല. ഇവൻ 7 റൗണ്ട് ചുറ്റി തീർത്തു, ഫുള്ള് വർത്തമാനത്തിൽ. എന്നാലും ത്വവാഫ് കിട്ടുന്നതാണ്. അപ്പോൾ മറ്റൊരു മനുഷ്യനുമായി ഈ രൂപത്തിൽ സംസാരിച്ചിട്ടും ഈ ത്വവാഫ് കിട്ടിപ്പോരണമെങ്കിൽ ഈ ത്വവാഫ് എന്നതിൽ പിന്നെ ഇബാദത്തിൻ്റെ അംശം എന്താണുള്ളത് എന്നൊരു ചോദ്യം ഉണ്ടാവും. നിസ്കാരത്തിൽ ആരോടും മിണ്ടാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? സർവ്വമിണ്ടലും അള്ളാഹുവായിട്ട് തന്നെ.
അപ്പോൾ അതിൽ മനസ്സിലാവാം അബ്ദും ഉടമയും തമ്മിലുള്ള ഡയലോഗ്. അപ്പോൾ ആ ഡയലോഗിൽ അവന് പലതും നേടിയെടുക്കാം. ഇവിടെ അബ്ദും അള്ളയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഫോണിൻ്റെ മറ്റേ തലക്കൽ വേറെ ചങ്ങാതി അവനുമായിട്ടാണ്. എന്നിട്ട് 7 റൗണ്ട് ഇങ്ങനെ അടിച്ചപ്പോഴേക്കും അയാൾക്ക് ഹജ്ജ് കിട്ടുന്നു, അല്ലെങ്കിൽ ഉംറ കിട്ടുന്നു, അല്ലെങ്കിൽ സുന്നത്താ തവാഫ് കിട്ടുന്നു. അപ്പോൾ എന്താ, നിസ്കാരത്തിൻ്റെ വളുഴ് അല്ല എന്നുണ്ടോ ഈ തവാഫിൻ്റെ വളുഴ് ഘടന എന്ന് പറഞ്ഞാൽ? അതിന് മറുപടി ഓരോയിടത്തും ഓരോന്നാ മുറാദ്. നിസ്കാരത്തിൽ മുനാജാത്താണ്, ശരിയായ അള്ളയുമായുള്ള ഡയലോഗ് തന്നെയാണ്. തവാഫ് എന്നതിൽ മൗലികമായിട്ടുള്ളത് ലോകത്ത് മനുഷ്യൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിനെ ശാരീരികമായി ഒന്ന് അടുപ്പിച്ച് വെക്കുക, തീക്കായ്ച്ചിൽ കൊള്ളുകയാണ്. ഫോൺ ചെയ്യുന്ന അവസരത്തിൽ തീക്കാഞ്ഞാലും ചൂട് കിട്ടുമല്ലോ. രാവിലെ നല്ല തണുപ്പുള്ള അവസരത്തിൽ തീയിട്ടു, എന്നിട്ട് അതിൻ്റെ അരികിൽ ഇങ്ങനെ ഇരുന്ന് ഫോൺ ചെയ്തു. അപ്പോൾ വർത്തമാനം പറയുന്ന അവസരത്തിൽ പുറത്തെ ആളുമായിട്ടാണ് ബന്ധം, പക്ഷേ കാച്ചിലിങ്ങനെ ശരീരത്തിന് കിട്ടും. എന്ന പോലെ കഅബ ഷരീഫിൻ്റെ ചുറ്റും ഇവൻ്റെ ശരീരത്തെ ഒന്ന് അടുപ്പിച്ച് വെച്ച് ഒരു 7 പ്രാവശ്യം ചൂടാക്കിയാൽ അവൻ്റെ ശാരീരികമായി ആത്മീയ ഒരു ചൂട് പകരൽ കഅബയിൽ നിന്ന് കിട്ടും. ഈ കുഞ്ഞുങ്ങളിലെ ഉമ്മമാരുടെ കോന്തല പിടിച്ചിട്ട് വട്ടം ചുറ്റും മിഠായി കിട്ടാൻ, അല്ലെങ്കിൽ എടുക്കാൻ, ഓരോന്ന് എടുത്ത് കിട്ടാനൊക്കെ. വല്ലാതെ അങ്ങനെ കോന്തല പിടിച്ചുകൊണ്ട് ചുറ്റും കറങ്ങുന്ന അവസരത്തിൽ ആ കുട്ടിക്ക് കിട്ടേണ്ടത് കിട്ടും. എന്താണ്, ഉമ്മാൻ്റെ ശ്രദ്ധ കൊണ്ട് പതിയും. ഉമ്മ എടുത്ത് ഉക്കത്ത് വെക്കും, അല്ലെങ്കിൽ മിഠായി കൊടുക്കും. ഇതാണ് ഇപ്പോൾ ഉമ്മാൻ്റെ ചുറ്റും കറങ്ങുന്ന പോലെയുള്ളൊരു കറക്കാണ് തവാഫ്. അതിൽ അള്ളാഹുവിനെ മുനാജാത്ത് ചെയ്തിട്ടില്ല എങ്കിലും ആ കിട്ടൽ കിട്ടുന്നതാണ്. അപ്പോൾ ഖുദ് ബിയദിഹി എന്ന് ഒരാളോട് പറഞ്ഞു, അത് കലാം ജായിസാണ് എന്നതിന് തെളിവാണ്. ബാബുൽ കലാമി ഫി തവാഫ്. മൻ റആ മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി എന്ന ഹദീസുണ്ട്. ഏതെങ്കിലും ഒരാൾ ഒരു മുൻകറിനെ കണ്ടാൽ ആദ്യം അയാൾ അതിനെ കൈകൊണ്ട് തന്നെ തഗ്യീർ വരുത്തട്ടെ. ഇത് റസൂലുള്ളാഹി തങ്ങളുടെ ഒരു ഉത്തരവാണ്. അപ്പോൾ ആ ഉത്തരവ് നബിതങ്ങൾ ഇവിടെ പ്രായോഗികവൽക്കരിക്കുന്നതാണ് കാണുന്നത്. എന്താണ്? ഫഖതഅഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി. ആരാൻ്റെ കയറുമ്മൽ കയറി പിടിക്കാൻ നബിതങ്ങൾക്ക് എന്ത് അധികാരം? ഒരു കയറ് അറുത്ത് കഴിഞ്ഞാൽ ആ കയറിൻ്റെ ഉപയോഗം അവിടെ തീർന്നില്ലേ? അപ്പോൾ അത് അഴിക്കാനുള്ള ഒരു വിശാല മനസ്സ് തങ്ങൾക്ക് തോന്നിയില്ലേ? അത്രയും സമയം സബൂർ ചെയ്യാൻ തങ്ങൾക്കായില്ല എന്നും അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. അപ്പോൾ അതിന് മറുപടി എന്താ? ഒരു മുൻകറിനെ കണ്ടാൽ ആ മുൻകറിനെ തഗ്യീർ ചെയ്യുന്നത് ഈ മുൻകറിൻ്റെ കടുപ്പത്തിനനുസരിച്ചുണ്ടാകും. സാവകാശം അയാളെക്കൊണ്ട് തന്നെ ആ കയറ് അഴിപ്പിച്ചാലും തങ്ങളഴിച്ചാലുമൊക്കെ ഇതൊരു ചെറിയ തെറ്റാണെന്നേ തോന്നുള്ളൂ. കയററുത്ത് കാണിക്കുമ്പോഴാണ് ഈ മുൻകറിൻ്റെ കാഠിന്യം ആളുകൾക്ക് മുഴുക്കെ ബോധ്യമാവും. മനുഷ്യനെങ്ങനെ കെട്ടിയിട്ട് വലിക്കുക, അത് ഒരു മൃഗമാക്കലല്ലേ? ഇൻസാനിയത്തിനെ അനാദരിക്കലാണ് അവിടെ നടന്നിട്ടുണ്ട്. ഒരു മൃഗീയമാക്കലാണ് മനുഷ്യനെ. അപ്പോൾ വലഖദ് കറംന ബനി ആദമക്ക് നിരക്കാത്ത പണി കണ്ടപ്പോൾ കയററുത്തുകൊണ്ട് തന്നെ ആയിരിക്കണം ആ ഇൻകാറിനോടുള്ള പ്രതിഷേധം കാണിക്കേണ്ടത്. അത് ശാരീരിൻ്റെ ഒരു ചുമതലയാണ്. പൊന്നുമോതിരം കയ്യിൽ കണ്ട ആളിൽ നിന്ന് ഊരി നിങ്ങൾ താവിട്ടൊരു ഏറ് കൊടുത്തു. ആരാൻ്റെ മുതലങ്ങനെ എറിയാനുള്ള അവകാശം തങ്ങൾക്കുണ്ടോ? അപ്പോൾ ശാരീരിന് അങ്ങനെ ചെയ്യാവുന്നതാണ്. ശാരീരിന് അങ്ങനെ ചെയ്യാം. അതൊക്കെ ഇപ്പോൾ ഏതിലാ പെടുക? തഴസീറിൻ്റെ ചെറിയ ചെറിയ മുഖങ്ങളാണത്. ഹദ്ദിൻ്റെ താഴെയുള്ളതാണ് ഹാക്കിമിൻ്റെ ആക്ഷൻ. തഴസീർ ശിക്ഷാ നടപടി അതിൽപ്പെട്ട ഒന്നാണ്. 3 ദിവസത്തേക്ക് ജയിലിൽ വെക്കുക,
ഭക്ഷണം മുടക്കുക, ജുമഅക്ക് പോകാൻ സമ്മതിക്കാതിരിക്കുക, ഇതൊക്കെ തഴ്സീറുകൾപ്പെട്ടത്. അതിൽപ്പെട്ട തഴ്സീറാണ് ഈ കയററക്കലും മോതിരമെറിയലുമൊക്കെ. ഹാക്കിമിന് അതൊക്കെ പറ്റും. പിന്നെ വഖതുഹു അലൈഹി സ്വലാത്തു വസ്സലാം സൈറ മഹ്മൂലുൻ അലാ അന്നഹു ലം യുംകിൻ ഇസാലത്തു ഹാദൽ മുൻകരി ഇല്ലാ ബിഖതുഹി. ബാബുൻ ഇദാ റആ സൈറൻ ഔ ശൈഅൻ യുക്റഹു ഫി ത്വവാഫി ഖതഅഹു. അതിനെ ഒന്നുകൂടി മറ്റൊരു റിവായത്തിലൂടെ ആവർത്തിക്കുന്നു. മുൻകറിനെ കണ്ടാൽ സെയ്ർ ഇന്നലെയും വന്നല്ലോ. സെയ്റും ഹബലും തമ്മിൽ ഹൈത്തും തമ്മിൽ എന്തേ വ്യത്യാസം പറഞ്ഞിരുന്നത്? സെയ്ർ എന്ന് പറഞ്ഞാൽ ചെരുപ്പിൻ്റെ വാറ് പോലെ തോല് കൊണ്ടുണ്ടാക്കുന്നതാകുമ്പോഴാണ് സെയ്റാവുന്നത്. ഔ ഷൈഅൻ യുക്റഹു ഫി ത്വവാഫി, അല്ലെങ്കിൽ വെറുക്കപ്പെടുന്ന വല്ലതും കണ്ടാൽ ഖത്വഅഹു. അന്നാഹ ഹദ്ദസനാ അബൂ ആസിം അൻ ജുറൈൻ അൻ സുലൈമാൻ അൽ-അഹ്വലി അൻ ത്വാവുസിൻ അൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅ റജുലൻ യതൂഫു ബിൽ കഅബത്തി, കഅബനെ ത്വാഫ് ചെയ്യുന്നു, എന്തും പിടിച്ചുകൊണ്ട്, ബി സിമാമിൻ, ഒരു സിമാമിനെയും പിടിച്ചുകൊണ്ട്, ഫഖതഅഹു, അപ്പോൾ അതിനെ തങ്ങൾ അറുത്തു. സിമാമ് എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിൻ്റെയും കുതിരൻ്റെയും ഒക്കെ മൂക്ക് കയറാണ്. അതുപോലെയുള്ളൊരു കയറിനെ പിടിച്ചുകൊണ്ട്, ആരോടാ അതിനെ ബന്ധിച്ചത് വേറെ ഒരു മനുഷ്യനോടാണ് അതിനെ പിടിച്ച് കെട്ടിയിട്ടുള്ളത്. ലിഅന്നൽ ഖൗദ ബിൽ അസ്മത്തി ഇന്നമാ യുഫ്അലു ബിൽ ബഹായിമി. ഇത് മൃഗത്തോട് കാണിക്കുന്ന ഒരു പരിപാടിയാണ് സിമാമിനോട് കെട്ടിയിടൽ, ബന്ധിപ്പിക്കൽ എന്ന് പറയുന്നത്. മൂക്കുകയറിനോട് ബന്ധിപ്പിക്കൽ ആളെ. വഹുവ മുസ്ലത്തുൻ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അംഗഭംഗം വരുത്താൻ പാടില്ല. മൂക്ക് മുറിക്കുക, ചെവി ചെത്തുക, ഇതാണ് അംഗഭംഗം വരുത്തുക. ആ പറയുന്ന കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് മൃഗത്തിനെ വേഷം കെട്ടിക്കുന്ന പോലെ മനുഷ്യനെ കൊണ്ട് വേഷം കെട്ടിക്കൽ. അതും ഒരു മുസ്ലത്താണ്. അപ്പോൾ എന്തായി? വലഖദ് കറംനാ ബനി ആദമൊക്കെ എതിരായി എന്ന്. ഇപ്പോൾ കുറ്റകൃത്യം ചെയ്ത ഒരു വ്യക്തിയെ അങ്ങാടിയിലൂടെ കഴുത്തിൽ കുടമണി കെട്ടി അങ്ങനെ നടത്തി, ആടിൻ്റെ കഴുത്തിൽ കുടമണി കെട്ടുന്ന മാതിരി, എന്നിട്ട് എല്ലാവരെയും കൂടി അയാളെ കാണിച്ചു. അതൊരു അവഹേളനമാണ്. അത് മുസ്ലത്തായതുപോലെ ഇതും ഒരു മുസ്ലത്താണ്. ബാബുൻ ലാ യതൂഫു ബിൽ ബൈത്തി ഉറിയാനുൻ വലാ യഹുജ്ജു മുശ്രിക്കുൻ എന്ന് പറയുന്ന അധ്യായം. നഗ്നൻ കഅബയെ തവാഫ് ചെയ്യരുത് എന്ന് വെച്ചാൽ അതുകൊണ്ട് ഇപ്പോഴത്തെ ഉദ്ദേശം ഔറത്ത് മറക്കൽ നിർബന്ധമാണ്. അത് ഇറങ്ങിയ കാലത്തുള്ള ഉദ്ദേശം ജാഹിലിയത്തുള്ളതുപോലെ വിവസ്ത്രനായിട്ട് തവാഫ് ചെയ്യുക പാടില്ല. പണ്ടങ്ങനെ ഉണ്ടായിരുന്നു. പാപം ചെയ്യുന്നതിൽ പങ്കെടുത്തിട്ടുണ്ടാവും പാപങ്ങൾ ആയതുകൊണ്ട് പാപം ചെയ്ത മുണ്ട് ശരീരത്തോട് അടുപ്പിക്കാതെ തുണി ഉടുക്കാതെ അങ്ങ് പോകും. അപ്പോൾ ആ പുതിയ വാങ്ങിയാൽ പോരെ എന്നൊരു ചോദ്യം ഉണ്ടാവും. അതിന് പൈസ ഇല്ല. അപ്പോൾ പിന്നെ അവരോട് പറയാനുള്ളത് എന്നാൽ ആ തൊലി കൂടി അങ്ങ് ചെത്തിക്കളയാന്നുള്ളത്. കാരണം അതും പങ്കെടുത്തിട്ടുണ്ടാവുമല്ലോ പാപത്തിൽ. വലാ യഹുജ്ജു മുശ്രിക്കു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം മസ്ജിദുൽ ഹറമിൻ്റെ ബൗണ്ടറിയിലേക്ക് ഇനി കാഫിറുകൾക്ക് പ്രവേശനമില്ല. ഹജ്ജ് ചെയ്യരുത് എന്നാണ് ഉദ്ദേശം. അതാ. കഅബൻ്റെ അടുത്തേക്ക് മാത്രമല്ല, മക്കത്തേക്ക് മാത്രമല്ല, ഹറം എന്ന് പറയുന്ന സർക്കിളിന് ഉള്ളിലേക്ക് തന്നെ വരാൻ പാടില്ല. അപ്പോൾ ജാതി വിവേചനം എന്ന് പറയുന്നത്, മതപരമായ വിവേചനം എന്ന് പറയുന്നത് ഇസ്ലാമിലുണ്ട് എന്നല്ലേ ഇത് കാണിക്കുന്നത്. ഐത്തമില്ല എന്നൊക്കെ പറയുക. അതോടൊപ്പം തന്നെ ഭൂമിയിൽ പ്രത്യേക സർക്കിള് അതടയാളപ്പെടുത്തിയിട്ട് അവിടേക്ക് അന്യമതസ്ഥർക്ക് പ്രവേശനമില്ല എന്ന് പറയുമ്പോൾ അത് ഒരു മതപരമായ വിവേചനമല്ലേ എന്ന ഒരു ചോദ്യം അവിടെ വരും. അപ്പോൾ അതിന് പറയുക എന്താണ്? ഇവിടെ മാത്രമല്ല വിവേചനമുള്ളത്.
മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുമുണ്ട് വിവേചനം. ഇപ്പോൾ ഏത് സോഷ്യലിസ്റ്റാണ് എങ്കിലും അയാളുടേതായ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നാൽ ആ ഗസ്റ്റിനിരിക്കാനുള്ള ഒരിടം, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ അയാൾക്ക് പ്രവേശനമില്ലല്ലോ. സുഹൃത്തിൻ്റെ വീടാണെന്ന് പറഞ്ഞുകൊണ്ട് കിടക്ക മുറിയിലേക്കോ അതല്ലെങ്കിൽ കിച്ചണിലേക്കോ കയറിപ്പോകും. ഇത് ഇന്ത്യ മഹാഭാരതത്തിൻ്റെ ഒരു ഭാഗമാണ് നിൻ്റെ കിച്ചണും ആയതുകൊണ്ട് ഭാരതീയനായ നാം സോഷ്യലിസ്റ്റുകളാണ് എന്നും പറഞ്ഞ് കയറില്ലല്ലോ. എന്നാൽ അതേ ക്രമത്തിൽ തന്നെ മതത്തിൻ്റെ പേരിലും ഒരു സർക്കിൾ തിരിക്കും. ഇതെൻ്റെ കിടക്കമുറിയാണ് എന്ന പോലെ ഇതെൻ്റെ ആരാധനാ വേദിയാണ്, അവിടേക്ക് നീ എന്ന് പറയുന്നവൻ വരരുത്. അപ്പോൾ സൗഹൃദത്തിൽ നാം ഒരു പരിധി, പെരുമാറുന്നതിനൊരു പരിധി അത് നിശ്ചയിക്കൽ സൗഹൃദത്തിൻ്റെ ഒരാവശ്യമാണ്. എന്ന പോലെ തന്നെ മതത്തിൻ്റെ കാര്യത്തിലും ഒരു പരിധി നിശ്ചയിക്കേണ്ടി വരും നിർബന്ധമായി. അതാണ് മതം. ഹദ്ദസനാ യഹ്യ ഇബ്നു ബുക്കൈരിൻ ഹദ്ദസന ലൈസു ഖാല യൂനുസു ഖാല ഇബ്നു ശിഹാബിൻ ഹദ്ദസനി ഹുമൈദ് ഇബ്നു അബ്ദുറഹ്മാൻ അന്ന അബാ ഹുറൈറ എന്നവർ അഖ്ബറഹു. ഇതോടൊപ്പം തന്നെ ഇസ്ലാമു തിരിച്ചും പറയുന്നുണ്ട് കേട്ടോ. ഹിന്ദുവിനോട് മുസ്ലിമിനോട് ഹറമിലേക്ക് ചവിട്ടരുത് എന്ന് പറയുന്നത് പോലെ മുസ്ലിമിനോടും ഒരു കാര്യം പറയുന്നുണ്ട്. അതെന്താ? ഹിന്ദുവിൻ്റെ ആരാധനാലയത്തിലേക്ക് മുസ്ലിമിൻ്റെ ആരാധനാലയത്തിലേക്ക് കയറരുത് എന്നാണ്. കയറരുത്. ആ കയറരുത് എന്ന് പറയുന്നതിനുള്ള ഉദ്ദേശം, ഒന്ന് അവർക്ക് തോന്നിക്കോട്ടെ അവരുടേത് നമ്മൾ കയറിയിട്ട് വെടക്കാക്കിയെന്ന് അവർക്ക് തോന്നണ്ട. എന്നാൽ അതിലുപരി അത് ഒരു ശിർക്കിൻ്റെ കേന്ദ്രത്തിൽ അവിടെ ചെന്ന് നിന്ന് കൊടുക്കൽ പോലും ഒരു പാപമായിട്ടാണ് നാം കാണുന്നത്. ശിർക്കിൻ്റെ വേദിയിൽ ഹാജരായി കൊടുക്കൽ പോലും അതുപോലും പാപമാണ്, അകന്ന് നിൽക്കേണ്ടത്. ഹദ്ദസനാ യഹ്യ ഇബ്നു ബുക്കൈരിൻ ഹദ്ദസന ലൈസു ഖാല യൂനുസു ഖാല ഇബ്നു ശിഹാബിൻ ഹദ്ദസനാ ഹുമൈദ് ഇബ്നു അബ്ദുറഹ്മാൻ അന്ന അബാ ഹുറൈറ റളിയല്ലാഹു അൻഹു അഖ്ബറഹു അന്ന അബാ ബക്ർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബഅസഹു ഫിൽ ഹജ്ജത്തില്ലത്തി അമ്മറഹു അലൈഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ സിദ്ദീഖ് ബഅസ നിയോഗിച്ചു ആരെ? അബൂ ഹുറൈറ എന്നവരെ. ഏതിൽ? ഫിൽ ഹജ്ജത്തി അല്ലെ ഫിൽ ഹിജ്ജത്തി, ഒരു ഹജ്ജ് യാത്രയിൽ. അല്ലത്തി എങ്ങനത്തെ ഹജ്ജ് യാത്രയാണ്? അമ്മറ അമീറാക്കി അബൂബക്കർ സിദ്ദീഖ് എന്നവരെ അലൈഹ ആ കൊല്ലത്തെ ഹജ്ജിന്മേൽ റസൂലുള്ളാഹി തങ്ങൾ. അതെപ്പോഴാ? ഖബല ഹജ്ജത്തുൽ വദാഴിൻ്റെ തൊട്ട് മുമ്പത്തെ കൊല്ലം, ഹിജറ 9. ഹിജറ 8 മക്കം കീഴടങ്ങി. ഹിജറ 9 റസൂലുള്ളാഹി തങ്ങൾ ഹജ്ജിന് പോയിട്ടില്ല. മറിച്ച് അബൂബക്കർ സിദ്ദീഖ് എന്നവരെ അമീറാക്കി പറഞ്ഞയച്ചു. ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഹജ്ജത്തുൽ വദാഴ്. അതിന് ശേഷം തങ്ങൾ വഫാത്താകുന്നു. അപ്പോൾ തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പുള്ള ആ ഹജ്ജിൽ ഈ അബൂബക്കർ സിദ്ദീഖ് എന്നവരെ അമീറാക്കി പറഞ്ഞയച്ചപ്പോൾ ആ ഒരു അമീറായിട്ടുള്ള സിദ്ദീഖ് എന്നവർ അബൂ ഹുറൈറ എന്നവരെ പറഞ്ഞയച്ചു. യൗമൻ നഹരി, അമീർ വേറൊരാൾക്കൊരു ഡ്യൂട്ടി കൊടുക്കുക അബൂ ഹുറൈറ എന്നവർക്ക് പെരുന്നാൾ ദിവസത്തിൽ. ഫി റഹത്തിൻ, എന്നാൽ അബൂ ഹുറൈറ എന്നവരെ ഒറ്റക്കല്ല, ഏതാനും ആൾക്കൂട്ടത്തിലായി ഒരു ചെറിയ സംഘം, അതാ റഹത്ത്. ഏതാനും ആൾക്കൂട്ടത്തോടു കൂടെ ഇവരെ എല്ലാവരെയും കൂടി ഒന്നിച്ച് വിട്ടു. യുവദിനു വിളംബരപ്പെടുത്താൻ, ഫിന്നാസി ആളുകൾ കൂടുന്നിടത്തെല്ലാം വിളംബരപ്പെടുത്താൻ. അല്ലാ യഹുജ്ജ ബഅദൽ ആമി മുശ്രിക്കുൻ, ഈ കൊല്ലത്തിന് ശേഷം ഒരൊറ്റ മുശ്രിക്കും ഇനി ഇങ്ങോട്ട് വരാൻ പാടില്ല. അപ്പോൾ മക്ക കീഴടങ്ങിയതിന് ശേഷം ഒരു കൊല്ലക്കാലം മുശ്രിക്കുകൾക്ക് അവിടെയെല്ലാം ഒരു താമസക്കാരൻ എന്ന നിലയ്ക്ക് വിസ അനുവദിച്ചിരുന്നു. ഹിജ്റ 9 ആയതോടുകൂടെയാണ് മുശ്രിക്കിന് ഇനി ഇവിടെ ചവിട്ടാൻ പാടില്ല എന്ന് പൂർണ്ണ വിസ വിലക്ക് പാസാക്കിയത്. വലാ യതൂഫു ബിൽ ബൈത്തി വിറിയാനുൻ, അക്കൂട്ടത്തിൽ എന്തുമുണ്ടായി? കഅബനെ ആരും തന്നെ മുണ്ടുടുക്കാതെ തവാഫ് ചെയ്യാൻ പാടില്ല, മറിച്ച് വസ്ത്രം ധരിച്ചുകൊണ്ട് മാത്രമേ
ചെയ്യാൻ പാടുള്ളൂ. എന്നുവെച്ചാൽ മുശ്രിക്കുകളെ അങ്ങനെ ചെയ്യുള്ളൂ. ഇനി ഇസ്ലാം മതത്തിലേക്ക് ചേർന്ന വല്ലവരും പണ്ടത്തെ ശൈലി ആവർത്തിച്ചെങ്കിലോ അത് തടയാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. ഔറത്ത് മറക്കൽ നിർബന്ധമാണ്, എറിയാനായിട്ട് ചെയ്യരുത്. ഇലാഹി. അപ്പോൾ ഈ ജാഹിലിയത്ത് എന്ന് പറയുന്നതിൻ്റെ ഒരു നികൃഷ്ടത എത്രത്തോളം എത്തിയിട്ടുണ്ട് എന്ന് ആ ഒരു പ്രസംഗത്തിൽ നിന്ന് അവിടെ മുമ്പ് റസൂലുള്ളാഹി തങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് എന്നിവരിങ്ങനെ ആളെ പറഞ്ഞയച്ച് പറയിപ്പിച്ചത്. ഇപ്പോൾ ജാഹിലിയത്ത് എന്നുള്ളതിനെപ്പറ്റി നബിദിനത്തിനൊക്കെ കുട്ടികൾ പ്രസംഗിക്കുമ്പോൾ ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ അത് ഒന്ന് വുമൺ, രണ്ടൊന്ന് വാർ, പിന്നൊന്ന് വൈൻ, ഇങ്ങനെ 3 W ആണ് എന്നാണ് പറയാറുള്ളത്. എന്നാൽ അത് മാത്രമൊന്നുമല്ല, അതിനേക്കാളും കുറച്ചും കൂടി മ്ലേച്ഛമായത് പറയണം. ജനാബലിയുടെ മുന്നിൽ നിന്നുകൊണ്ട് തുണിയഴിക്കുക എന്നുള്ളത് പോലും ഒരു മോശപ്പെട്ട കാര്യമല്ല എന്ന് വിചാരിക്കൽ അവിടം വരെ എത്തിയ ജാഹിലിയത്തായിരുന്നു അന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥ. തവാഫ് ചെയ്യുന്ന അവസരത്തിൽ തുണി ഉടുക്കാതെ എങ്ങനെ നടക്കുക? പിന്നെ അങ്ങാടിയിൽ നിന്ന് തുണി ഉടുത്തിട്ട് ഇപ്പം എന്താ കാര്യം? മറ്റുള്ള സ്ഥലത്ത് തുണി ഉടുത്തു, ആ തുണിക്ക് ഉടുക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? കാര്യമായ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ അഴിച്ച് എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അവനാൻ്റെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ പെണ്ണുങ്ങൾ തവാഫ് ഇല്ലായിരിക്കും ഒരു പക്ഷേ അക്കാലത്ത്. ജാഹിലിയത്തിൽ പെണ്ണുങ്ങളും കൂടി ഇന്ന് തുണി അഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊന്നും എങ്ങും കാണുന്നില്ല ആരും അഴിച്ചതായിട്ട്. ബാബുൻ ഇദാ വഖഫ ഫി ത്വവാഫി. അപ്പോഴേ ത്വവാഫ് എന്ന് പറയുന്നതും നിസ്കാരവും തമ്മിൽ കുറേ കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ത്വവാഫ് മുറിച്ചടം വെച്ചെടുക്കാം എന്നുള്ളത്. നിസ്കാരം മുറിച്ചിടം വെച്ചെടുക്കാൻ പറ്റില്ല. ഒരു ചങ്ങാതി നിസ്കാരത്തിന് 4 റക്അത്തുള്ളതിൽ പ്രവേശിച്ചു, ബാദ റക്അത്തൈനി അഹദസ, അവന് വുളു മുറിഞ്ഞു, എന്നാൽ ചെയ്തതൊക്കെ പൊളിഞ്ഞു. പിന്നെ വുളു എടുത്തിട്ട് തലക്കെന്ന് കൊണ്ടുവരണം. തവാഫിനത് വേണ്ട. ഏതൊരു റൗണ്ടിൽ ഏതൊരു സ്ഥലത്തെത്തിയപ്പോഴാണോ അഹദസ, അപ്പോൾ അയാൾ പോയി വുളു എടുത്ത് വന്നാൽ പിന്നെ ആ സ്റ്റോപ്പ് ചെയ്തെടുത്ത് അങ്ങോട്ട് ഫില്ലപ്പ് ചെയ്താൽ മതി. ഇങ്ങനെ ബിനാഉൻ അലാമ മല എന്നുള്ളത് മതിയാകും. എവിടെ? തവാഫിന്. ഒരാൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇഖാമത്ത് കൊടുത്തു, അപ്പോൾ 5 എണ്ണമായിട്ടേ ഉള്ളൂ. എന്നാൽ അവിടെ ഇട്ടേക്കുക, പോയി നിസ്കരിച്ച് വരിക, ജമാഅത്തൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ബിനായി ചെയ്താൽ മതി. ഇങ്ങനെ ഒരു ഇളവ് തവാഫിൻ്റെ കാര്യത്തിലുണ്ട്. അല്ലായിരുന്നാൽ കുടുങ്ങും. കാരണം ഒരു തവാഫ് ചെയ്ത് പൂർത്തിയാവാൻ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ പിടിക്കും. ആ 1 മണിക്കൂർ ലാസ്റ്റാണ് അയാൾക്ക് വുളു മുറിഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തോട് പോയിട്ട് വുളു എടുത്ത് വന്നിട്ട് വീണ്ടും അതുപോലെ 1 മണിക്കൂർ മതിയാവില്ല, അപ്പോൾ 2 മണിക്കൂർ മതി. അപ്പോൾ ഇതിനു മുമ്പ് അഹദസായി. അങ്ങനെ ആയുസ് മുഴുക്കെ അങ്ങനെ തവാഫുമ്പത്തിൽ അങ്ങ് തീർന്നു. ബാബുൻ ഇദാ വഖഫ ഫി ത്വവാഫി. ത്വവാഫിലെങ്ങാനും ഒരാൾ വഴിയിൽ വെച്ച് നിർത്തിയാൽ എന്തു വേണം? വക്കാല അത്വാവുൻ എന്നവർ പറയുകയാണ് ഫീമൻ, ഒരാളുടെ കാര്യത്തിൽ യതൂഫു, അയാൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഫതുഖാമു സ്വലാത്തു, അപ്പോൾ നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കപ്പെട്ടു. അതല്ലെങ്കിൽ ഔ യുദ്ഫഉ അൻ മക്കാനിഹി, അദ്ദേഹം നിന്നിടത്ത് നിന്ന് അദ്ദേഹത്തെ തെറിപ്പിക്കപ്പെട്ടു. അയാളിങ്ങനെ പോകുന്നിടത്തു നിന്ന് അദ്ദേഹത്തെ ആ പോക്ക് പോകാൻ സമ്മതിക്കാതെ തിക്കിൽ അയാൾ എങ്ങോട്ടോ അങ്ങ് തെറിച്ചുപോയി. എന്നാൽ ഇദാ സല്ലമ യർജിഉ ഇലാ ഹൈസു ഖുതിയ അലൈഹി, അയാൾ മടങ്ങി വരണം. എവിടെ വെച്ചാണോ അദ്ദേഹത്തെ മുറിക്കപ്പെട്ടത് ആ ഒരിടത്തേക്ക് അയാൾ മടങ്ങി വരേണ്ടതാണ്. ഇതാണ്, എന്നല്ലാതെ തെറിപ്പിക്കപ്പെട്ടു എന്നതിന് പേരിൽ അഴിച്ചു തുടങ്ങേണ്ട കാര്യമില്ല. ഇദാ സല്ലമ എന്ന് പറഞ്ഞത് എവിടെയാണ്? തുഖാമു സ്വലാത്തിൻ്റെ ബാക്കിയാണത്. നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കപ്പെട്ടു, എന്നാൽ സലാം വീട്ടിയ ശേഷം അയാൾ എന്ത് ചെയ്യട്ടെ? യർജിഉ, മടങ്ങി വന്നിട്ട് ഇലാ ഹൈസു, ഒരിടത്തേക്ക്. എങ്ങനത്തെ ഒരിടമാണ്? ഖുതിയ
അയാളെ മുറിക്കപ്പെട്ടു അലൈഹി ആ ഒരു ഹൈസുമെന്ന് ഏതൊരിടത്തിൽ നിന്നാണോ മുറിക്കപ്പെട്ടത് സലാം കിട്ടിയതിന് ശേഷം. അതുപോലെ ലൈന് തെറ്റിപ്പോയാൽ അയാൾ തെറിച്ചങ്ങോട്ട് പോയാൽ പിന്നെ നേരെ വന്ന് ആ ലെവലിൽ തന്നെ നിന്നിട്ട് വയുദ്ക്കറു നെഹ്വു ഇത് തന്നെയാണ് അത്വാ എന്നവരെ തൊട്ട് പറയപ്പെട്ടത് തന്നെയാണ് ഇബ്നു ഉമർ അബ്ദുറഹ്മാൻ ബിൻ അബി ബക്കർ റളിയല്ലാഹു അൻഹു. ആർക്കും അങ്ങനെ തന്നെയാണ് അഭിപ്രായമുള്ളത്. ഇതിപ്പോൾ ഇമാം ബുഖാരി അവർകൾ ഹദീസിനെ കൊണ്ടുവരാത്ത ഒരു ബാബാണ്. ഹെഡിങ് ഇട്ടു, ഹെഡിങ്ങിന് ശേഷം എന്തു പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കുറച്ച് തൈലീഖുകൾ അവിടെ പറഞ്ഞു, ഒരു ക്വാളിറ്റി പറയുന്ന പറച്ചിലുകൾ സനതൊന്നുമില്ലാത്ത. അതിൻ്റെ കാരണം എന്താ, മഹാനവറുകൾക്ക് ഷർത്തൊത്ത രൂപത്തിൽ വെക്കാൻ പറ്റിയ ഹദീസ് സനദോടുകൂടെ ഇതിലൊന്നും കിട്ടിയിട്ടില്ല. ബാബുൻ സ്വല്ലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി സുബൂഹി റക്അത്തൈനി, നബിതങ്ങളുടെ എല്ലാ സബിഴുകൾക്കും ഈ 2 റക്അത്ത് നിസ്കരിച്ചിരുന്നു എന്ന് പറയുന്ന അധ്യായമാണ്. എല്ലാ സബിഴുകൾക്കും ഈ 2 റക്അത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ, ഒരാൾ സുന്നത്തായ തവാഫ് ഒരു ദിവസം കുറേ ചെയ്യാൻ അങ്ങോട്ട് തീരുമാനിച്ചു. രാവിലെ മത്വാഫിലേക്ക് കയറി, തിരക്കൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് 7 റൗണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഒരു സബിഴ് കഴിഞ്ഞു. അപ്പോൾ തന്നെ തോന്നി എന്ത്, ഇനിയും വേറെ ഒരു തവാഫ് കൂടി പാസ്സാക്കട്ടെ. അപ്പോൾ 2ാമത്തെ തവാഫ് അദ്ദേഹം 7 റൗണ്ട് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഇക്കഴിഞ്ഞ തവാഫിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കണം. എന്നിട്ടായിരിക്കണം എന്ത് ചെയ്യുന്നത്, അടുത്ത സബിഴ് തുടങ്ങുന്നത്. ഈ സബിഴിൻ്റെ എണ്ണം കൂട്ടട്ടെ എന്ന് കരുതി റക്അത്തൈനി ഒഴിവാക്കരുത്. നിർബന്ധമല്ല, എന്നാലും ഒരു മുഅക്കദായ സുന്നത്താണ്. എല്ലാ ഈ 7 ഒരു തവാഫ് എന്ന് പറഞ്ഞാൽ 7 റൗണ്ടാണ്. ഈ 7 റൗണ്ടുകൾക്ക് ഓരോ 7നും സബീൻ്റെ ജമ്മാണ് സുബൂൾ. വഖാല നാഫിഉൻ കാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ യുസല്ലി ലികുല്ലി സുബൂഇൻ റക്അത്തൈനി, എല്ലാ സബീകൾക്കും ഈ 2 റക്അത്ത്. വഖാല ഇസ്മായിൽ ഇബ്നു മയ്യത്ത ഖുൽതു ലിസ്സുഹരി ഇന്ന അത്വാൻ യഖൂലു തുജ്സിഉൽ മക്തൂബത്തു മിൻ റക്അത്തൈ തവാഫി. സുഹരി ഇമാമിനോട് ഞാൻ ഒരിക്കൽ പറഞ്ഞു, നമ്മുടെ അത്വാ എന്ന് പറയുന്ന ആളില്ലയോ, അങ്ങേർക്കൊരു അഭിപ്രായമുണ്ട്. എന്ത്, 7 റൗണ്ട് പൂർത്തിയാക്കിയപ്പോൾ ഫർള് നിസ്കാരത്തിന് വാങ്ക് അല്ലെ ഇഖാമത്ത് കൂടി. അപ്പോൾ അതിൽ കൂടി, ആ കൂടിയാൽ ഇത് മതി, ഇനി ഏത് വേണമെന്നില്ല. തവാഫിൻ്റെ 2 റക്അത്ത് സ്പെഷ്യൽ വേണ്ടതില്ല, ഇത് മതിയാകുമെന്ന വീക്ഷണം ആർക്കുണ്ട്, നമ്മുടെ അത്വാ എന്നവർക്ക് ഉണ്ട് എന്ന വിവരം സുഹരി ഇമാമിനോട് പറഞ്ഞപ്പോൾ ഖാല, സുഹരി ഇമാം ഇസ്മായിൽ എന്നവരോട് പറയാണ്, അസുന്നത്തു അഫ്ളലു ലം യതുഫിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബൂഴൻ ഖത്തു ഇല്ലാ സ്വല്ലാ റക്അത്തൈൻ. സുന്നത്ത് ആണ് അഫ്ളൽ. റസൂലുള്ള ചെയ്ത സുന്നത്താണ് നമുക്ക് ഏറ്റവും അഫ്ളൽ. തങ്ങൾ ചെയ്ത സുന്നത്ത് എങ്ങനെയാണെന്നല്ലേ എല്ലാ 7കൾക്കും ഈ 2 റക്അത്ത് നിസ്കരിക്കില്ല. അപ്പോൾ ഇബ്രാഹിം മക്കാമിൻ്റെ ബേക്കിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കണം. നല്ലത് ഇബ്രാഹിം മക്കാബിൻ്റെ ബേക്കിലാണ് എങ്കിലും അവിടെ സ്ഥലം കിട്ടിയില്ലെങ്കിൽ എവിടെ നിന്ന് നിസ്കരിക്കാം. ഒരു ഇബാദത്ത് ഇങ്ങോട്ട് ചെയ്താൽ ആ ഇബാദത്തിൽ നിന്ന് വിരമിച്ചതിൻ്റെ ഭാഗമായിട്ട്, ആ ഇബാദത്തിൽ നിന്ന് ഫറാഗ് കൈവരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു നിസ്കാരം എന്ന് പറയുന്ന പതിവ് പൊതുവെ ഇല്ല. ഏതൊരു ഇബാദത്തും അത് ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്തിടത്തങ്ങ് തീർന്നു. ഇത് തന്നെ ഉള്ളൂ. 5 വഖ്ത് ഫർള് നിസ്കാരത്തിൽ നിന്ന് അസ്റല്ലാത്ത, സുബഹി അല്ലാത്ത ബാക്കി 3 എണ്ണത്തിനും ഫറാഗിൻ്റെ ശേഷം റവാത്തിബ് സുന്നത്തുണ്ട്. സുബഹിക്ക് ശേഷം റവാത്തിബില്ല, അസറിൻ്റെ ശേഷവുമില്ല. അപ്പോൾ ഫർള് നിസ്കാരത്തിൻ്റെ ശേഷം ഒരു 2 റക്അത്ത് എന്ന് പറയുന്നൊരു വ്യവസ്ഥയുണ്ടെങ്കിൽ എല്ലാ ഫർളിൻ്റെ ശേഷവും അത് വേണ്ടതാണ്. അങ്ങനെയല്ല. 3 വഖ്തുകൾക്ക് മാത്രമാണ് ഒരു 2 റക്അത്ത് അല്ലെങ്കിൽ 4 റക്അത്ത്
ദൂറിനൊക്കെ ആകുമ്പോൾ 4 ഉണ്ടാവും. അസറിനാണെങ്കിൽ ഒന്നുമില്ല ശേഷം. ഇശാൻ്റെ ശേഷം 2 ഉണ്ട്, മഗ്‌രിബിൻ്റെ ശേഷം 2. ഒരാൾ സക്കാത്ത് കൊടുത്തു, സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് മാറി നിന്ന് 2 റക്അത്ത് നിസ്കരിക്കുക, അങ്ങനെ ഒരു പരിപാടിയില്ല. നോമ്പ് തുറന്നു മഗ്‌രിബിന്, എന്നാൽ തിന്നാൻ നോക്കുക എന്നല്ലാതെ നോമ്പിൻ്റെ വകയിൽ 2 റക്അത്തില്ല. ഇപ്പോൾ ഒരു ഇബാദത്ത് ചെയ്താൽ അതവിടെ തീരലാണ്, അതവിടെ തീരലാണ്. പക്ഷേ തവാഫ് എന്ന് പറയുന്ന ഒരു ഇബാദത്തിന് മാത്രം അതിന് ഒരു വാല് വച്ചിരിക്കുക. ആ തവാഫിൻ്റെ പേരിൽ തന്നെ ഒരു വാല്. എന്താ അത്? 2 റക്അത്ത് നിസ്കരിക്കുക. അപ്പോൾ അവ തമ്മിലുള്ള ബന്ധം എന്താണ്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ പുനർനിർമ്മാണം പ്രവർത്തനം നടത്തിയ ആ കെട്ടിടത്തെ ഒന്ന് വലയം വെക്കുമ്പോൾ അദ്ദേഹത്തോട് ഒരു കടപ്പാട് തീർക്കേണ്ടതുണ്ട്. ആ കടപ്പാട് തീർക്കൽ അള്ളാഹ്ക്ക് 2 റക്അത്ത് നിസ്കരിക്കുന്നത് മൂപ്പരുടെ കാലടിയുടെ ബേക്കിൽ പോയി നിന്ന് ചെയ്യുമ്പോഴാണ് സംഗതി അള്ളാഹുവിനുള്ളതാണെങ്കിലും അദ്ദേഹത്തോടുള്ള കടപ്പാട് തീർക്കൽ. ആ നിലക്കാണ് ഈ ഒരു തവാഫിൻ്റെ പിറകിൽ ഇങ്ങനെ 2 റക്അത്ത് വെച്ചത്. ദീനിന് വേണ്ടി കഷ്ടപ്പെട്ട ആളുകളോടുള്ള ഒരു കടപ്പാട് തീർക്കൽ. പിന്നെ ഇപ്പം ഉണ്ടല്ലോ അങ്ങനെയൊക്കെ കുറേ പരിപാടികൾ. ഒരു വലിയ സ്ഥാപനം ഒരാൾ കെട്ടിപ്പടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ മരിച്ചതിന് ശേഷം മറവ് ചെയ്യാൻ എന്താ കാട്ടുന്നതൊക്കെ ചോദിച്ചതിന് ശേഷം പിന്നെ പറയും മൂപ്പരുണ്ടാക്കിയ കെട്ടിടത്തിൻ്റെ മുറ്റത്ത് തന്നെ അങ്ങോട്ട് മറവാടുക. അങ്ങനെയാണ് ഇപ്പോൾ പല ആളുകളും അവനവൻ പൊക്കിക്കൊണ്ടുവന്ന സ്ഥാപനത്തിൻ്റെ മുറ്റത്ത് കിടന്നുറങ്ങുന്നുണ്ട്. ഈ ഒരു വികാരത്തെ നമുക്ക് ഇതിനോട് ഉപമിക്കാവുന്നതാണ്. എന്താ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന വ്യക്തിത്വത്തിൻ്റെ ആ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോട് നാട്ടുകാർക്കുള്ള ഒരു കടപ്പാട് തീർക്കലാണ് ആ തവാഫ് കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിൻ്റെ മഖാം ഇബ്രാഹിം എന്ന ആ കല്ലിൻ്റെ ബേക്കിൽ പോയിട്ട് 2 റക്അത്ത് നിസ്കരിക്കൽ. അപ്പോൾ അദ്ദേഹത്തോടുള്ളൊരു കടപ്പാട് തീർക്കലാണത്. എന്ന പോലെ തന്നെ ഈ സ്ഥാപനത്തെ ലഭിച്ചതിൻ്റെ പേരിൽ, അത് സാധ്യമാക്കി തന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തോടുള്ളൊരു കടപ്പാട് എല്ലാവരും നിലനിർത്തിക്കൊണ്ടേ പോകണമെങ്കിൽ അദ്ദേഹത്തെ ഇതിൻ്റെ നേരെ മുമ്പിൽ തന്നെ ഇട്ടേക്കണം. അങ്ങനെ വയ്ക്കുമ്പോഴാണ് ആളുകൾ സിയാറത്ത് ചെയ്തുകൊണ്ട് അദ്ദേഹത്തോടുള്ള ആ കടപ്പാട് തീർത്തു എന്ന് വരില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ആളുകളുടെ ഈ 2 റക്അത്ത് നിസ്കാരം കാണുമ്പോൾ സന്തോഷമുണ്ടാവും. എനിക്ക് ചെറിയ ഒരു മേൽവിലാസത്തോടു കൂടെയുള്ള നിസ്കാരമാണല്ലോ, മേൽപ്പറയപ്പെട്ട കിടക്കുന്ന ആളുകൾക്കും ഉണ്ടാവും. എന്ത്? എൻ്റെ അരികിൽ ഇവൻ എത്തിച്ചേരുകയും ഒരു സലാം എനിക്ക് പാസ്സാക്കി പോവുകയും ചെയ്തല്ലോ, നന്നായി, ഈ കെട്ടിടം ഉണ്ടാക്കാൻ ഉത്സാഹിച്ചതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം കിട്ടി എന്ന് അയാൾക്കും സായുജ്യമടയാം. ഖാല വസഅൽതു ജാബിർ ബിൻ അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹുമാ ഫഖാല ലാ യഖറബു ഇംറഅതഹു ഹത്താ യതൂഫ ബൈന സ്വഫാ വൽ മർവ. ഇഹ്റാം ചെയ്ത ആൾക്ക് തഹ്ദിയെ ഹറാമാക്കപ്പെട്ട പല കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നെന്തായിരുന്നു? ഭാര്യയുമായുള്ള ബന്ധം. ആ ബന്ധം ഒരിക്കലും അനുവദനീയമല്ല, ഏതുകൂടി കഴിഞ്ഞാലല്ലാതെ, അത് പൂർണ്ണത കഴിഞ്ഞ ശേഷമല്ലാതെ. പൂർണ്ണത കഴിയുക എന്ന് പറയുന്നത് സഫാ മർവൻ്റെ ഇടയിലുള്ള സഴി കഴിഞ്ഞാൽ തന്നെ പോരാ, പിന്നെ അതിനുശേഷം മുടി നീക്കാനുണ്ടെങ്കിൽ മുടി നീക്കുക കൂടി ചെയ്യണം. മുടി നേരത്തെ നീക്കിയിട്ടുണ്ടാവും ഹജ്ജിന്, എന്നാൽ ഉംറൻ്റെ മുടി നീക്കൽ ഏറ്റവും ലാസ്റ്റാണ്. അപ്പോൾ മുടി നീക്കിയതിന് ശേഷം മാത്രമേ പെണ്ണിനോട് അടുക്കാവൂ. ബാബു ബല്ലം യഖ്റുബിൽ കഅബത്ത വലം യതുഫ്. കഅബയോട് അടുക്കാതെ തവാഫ് ചെയ്യാതെ വിട്ട് നിന്ന ആളുടെ അധ്യായം. അതെന്താ പറയുന്നത്? അങ്ങനെ പറയുന്നത് ഏതുവരെയെന്ന് കൂടി വായിക്കണം. ഹത്താ യഖ്റുജ ഇലാ അറഫത്ത വയർജിയ. അറഫയിൽ പോയി തിരിച്ചു വരുന്നത് വരേക്കും കഅബയോടടുത്തില്ല. ബഅദ തവാഫിൽ അവ്വലി, 1ാം തവാഫിന്. അത് നമ്മൾ പറഞ്ഞതാണ്, റസൂലുള്ളാഹിയുടെ 10ാമത്തെ വർഷത്തിലെ പരിപാടി.
വന്നപ്പോൾ ഖുദൂമിൻ്റെ തവാഫ് ചെയ്ത് പിന്നെ ഒരു തവാഫ് ചെയ്തത് എല്ലാം അറഫയിലൊക്കെ പോയി വന്നതിന് ശേഷമാണ്. 10ൻ്റെ അന്ന് ഇഫാദിൻ്റെ തവാഫ്. ഹദ്ദന മുഹമ്മദ് അബി ബക്കർ ഹദ്ദന ഫുലൈലുൻ ഹദ്ദന മൂസബിൻ ഉഖബത്ത അഖ്ബറനി ഖുറൈബുൻ അൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല ഖദിമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത, നബി തങ്ങൾ മക്കയിലെത്തി. ഫത്വാഫ വസഅ ബൈന സ്വഫാ വൽ മർവ, പെരുന്നാളിന് അന്ന് ചെയ്യുന്ന തവാഫിൻ്റെ പിറകിലും ആക്കാം, സഴി ഖുദൂമിൻ്റെ തവാഫിൻ്റെ ശേഷവും ആക്കാം. കാരണം സഴീന് ഇത്രേ നിർബന്ധമുള്ളൂ, ഒരു ഫർലായും കൊണ്ടുള്ള തവാഫിൻ്റെ ബാക്കിൽ സംഭവിക്കൽ. അങ്ങനെ ഖുദൂമിൻ്റെ തവാഫിൻ്റെ അവസരത്തിൽ തന്നെ സഴി കഴിച്ചാൽ പിന്നെ പെരുന്നാളിലന്ന് ഇഫാദിനെ തവാഫ് ചെയ്താൽ മതി, സഴി വേറെ ചെയ്യേണ്ട. വലം യഖ്റുബിൽ കഅബത ബഅദ തവാഫിഹി ബിഹ, നേരത്തെ നമ്മൾ പറഞ്ഞു വന്നതാണ്. 5-ന് ദുൽഹിജ്ജ 5-ന് അവിടെ എത്തിയിട്ട് 5-ൻ്റെ അന്ന് ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ 8-ൻ്റെ ദിവസം വരേക്കും തങ്ങൾ കഅബയുടെ അരികിലേക്ക് പോയതേ ഇല്ല. പിന്നെയോ നിസ്കാരമൊക്കെ മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കും, അത്രമാത്രം. ഹത്താ റജാമിൻ അറഫ, ഇഫാദിന് തവാഫക്ക് വേണ്ടി അറഫയിൽ നിന്ന് മടങ്ങുന്നത് വരെ. ബാബ് മൻ സ്വല്ലാ റക്അത്തൈ തവാഫി ഖാരിജൻ മിനൽ മസ്ജിദി, തവാഫിൻ്റെ 2 റക്അത്ത് പള്ളിയിൽ നിന്ന് പുറത്തു വന്നയാളായും കൊണ്ട് നിസ്കരിച്ച ആളെപ്പറ്റി പറയുന്ന ഒരു അധ്യായം. അതെന്താ അങ്ങനെ പറയാൻ വേണ്ടത്? എവിടെയാണല്ലോ, പള്ളിയുടെ ഉള്ളിൽ ഇബ്രാഹിം മക്കാബിൻ്റെ ബേക്കുന്നല്ലേ. പക്ഷേ തിക്കും തിരക്കും ഉണ്ടാവുകയാണ് എങ്കിൽ പുറത്തു വെച്ചും നിസ്കരിക്കാം. ഇബ്രാഹിം മക്കാബിൻ്റെ ബേക്കിലാവണമെന്നില്ല, മസ്ജിദുൽ ഹറാമിൻ്റെ ബേക്കിലാവണമെന്നില്ല. എല്ലാ വാതിൽ നിന്നും പുറത്ത് കിടന്ന് വെറും റോഡുമൽ നിന്ന് തിക്കില്ലാത്തയിടത്ത് നിസ്കരിച്ചാലും മതി. നാട്ടിലെത്തിയാലും മതി. 43-ലൊക്കെ ഉള്ളത് തവാഫ് കഴിഞ്ഞതിന് ശേഷം 2 റക്അത്ത് നാട്ടിലെത്തി ചെയ്താലും മതി. വസ്വല്ലാ ഉമർ റളിയല്ലാഹു അൻഹു ഖാരിജൻ മിനൽ ഹറമി, ഉമർ എന്നവർ പള്ളിയിൽ നിന്നും പുറത്തുപോയി, അങ്ങനെ മക്കയിൽ നിന്നും പുറത്തുപോയി, പിന്നെ ഹറമിൽ നിന്ന് തന്നെയും പുറത്തുപോയി, ഹില്ലിലെത്തിയിട്ടാണ് നിസ്കരിച്ചത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഹദ്ദന അബ്ദുല്ലാഹിബിൻ യൂസുഫ അഖ്ബർന മാലിക്കുൻ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ഉർവത്താൻ സൈനബാൻ ഉമ്മി സലമ റളിയല്ലാഹു അൻഹ ശകൗതു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മു സലമാബി പറയാൻ, ഞാൻ തങ്ങളോട് പരാതിപ്പെട്ടു, എന്നിട്ട് എന്തുണ്ടായി? ഹദ്ദനി മുഹമ്മദ് ബിൻ ഹർബിൻ ഹദ്ദന അബു മർവാനായ യഹ്യ ബിൻ അബി സക്കരിയ അൽ ഗസ്സാനി അൻ ഹിഷാമിൻ അൻ ഉർവത്താൻ ഉമ്മി സലമ റളിയല്ലാഹു അൻഹ സൗജുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിൻ്റെ പൂർണ്ണരൂപം വേറെ ഒരു ലൈനിലൂടെ എനിക്ക് വന്നിട്ടുണ്ട് എന്നുകൂടി കാണിക്കുകയാണ്. ആദ്യത്തേത് അബ്ദുള്ളയായിരുന്നു ഉസ്താദ്, രണ്ടാമത്തേൽ മുഹമ്മദ് ബിൻ ഹർബായിരുന്നു. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല വഹുവ ബിമക്കത്ത വഅറാദൽ ഖുറൂജ ലം തകുൻ ഉമ്മു സലമ ത്വാഫത്ത് ബിൽ ബൈത്തി വഅറാദത്തിൽ ഖുറൂജ ഫഖാല ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഉഖീമത്ത് സ്വലാത്തു സുബ്ഹി ഫതൂഫി അലാ ബൈരികി വന്നാസു യുസല്ലൂന ഫഫഅലത് ദാലിക ഫലം തുസല്ലി ഹത്താ ഖറജത്. ഉമ്മു സലമ ബീവി പറയുക, നബിതങ്ങൾ വഹുവ മക്കത്ത, തങ്ങൾ മക്കയിലുണ്ട്. വഅറാദൽ ഖുറൂജാത്ത്, നബിതങ്ങൾ പോവാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. എങ്ങോട്ട്? എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് മദീനയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. മദീനയിലേക്ക് മടങ്ങിപ്പോകുന്ന നേരത്ത് വലം തക്കുൻ ഉമ്മു സലമത്ത, ഉമ്മു സലമ ബീവി ആയിരുന്നില്ല ത്വാഫത്ത് ബിൽ ബൈത്തി, ബീവി കഅബയുടെ ത്വാഫ് കഴിച്ചിരുന്നില്ല. വഅറാദത്തിൽ ഖുറൂജ, ബീവിയും പോവാൻ ഉദ്ദേശിക്കുകയും ചെയ്തു. ഇതിപ്പോൾ എന്താ സംഭവം? ഹജ്ജെല്ലാം കഴിഞ്ഞാൽ ഒരു ചുമതലയുണ്ട്. അതിൻ്റെ പേരെന്താണ്? വദാഇൻ്റെ തവാഫ് ചെയ്യുക എന്നതാണ്. വദാഇൻ്റെ തവാഫ് കഴിഞ്ഞിട്ടതിന് ശേഷമേ പോകാൻ പാടുള്ളൂ. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുന്നവനും ഉംറ കഴിഞ്ഞ് മടങ്ങുന്നവനുമൊക്കെ ലാസ്റ്റ് വിട പറയുമ്പോൾ ഒരു തവാഫ് വേറെ ചെയ്യണം. ഖുദൂമിൻ്റെ തവാഫ് ഒന്ന്, ഹജ്ജിൻ്റെ തവാഫ്, ഉംറൻ്റെ തവാഫ് എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ വേറെ ഒരു നിർബന്ധ തവാഫുണ്ട്. അതാണ് വദാഇൻ്റെ തവാഫ്. അപ്പോൾ ബീവിക്ക് ആ അവസരത്തിൽ എല്ലാവരും ചെയ്ത കൂട്ടത്തിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനി അഥവാ ഹജ്ജിൻ്റെ തവാഫ് തന്നെ വൈകിപ്പോയതാണെങ്കിലോ അതും ചെയ്യാവുന്നതാണ്.
പെരുന്നാളിൻ്റെ അന്ന് ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് മരിക്കുന്നതിനിടയിൽ എപ്പോൾ ചെയ്താലും മതി എന്നാണ് തവാഫ്. പക്ഷേ ഹല്ലുലാവില്ല എന്ന് മാത്രം. അപ്പോൾ ഈ ബീവിക്ക് പോവാൻ സമയമായി, തവാഫ് ചെയ്തിട്ടില്ല. ഫഖാല ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ബീവിയോട് നബി തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇദാ ഉഖീമത്ത് സ്വലാത്തു സുബ്ഹി, സുബ്ഹി നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്താൽ ഫതൂഫി അലാ ബഴീരിക്കി, അപ്പോൾ നീ കഅബയെ ഒന്ന് തവാഫ് അങ്ങ് ചെയ്തേക്കൂ. അപ്പോൾ ഇത് ഫർളായ തവാഫ് തന്നെ ബാക്കിയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വന്നാസു യുസല്ലൂന, ആളുകളൊക്കെ നിസ്കരിക്കുന്ന നേരം നോക്കിയിട്ട് തിരക്കില്ലാതെ നിനക്ക് വളരെ വലിയ വട്ടത്തിൽ ഒട്ടകത്തിൻ്റെ പുറത്തായും കൊണ്ട്, ഇന്നത്തെ പോലെ കെട്ടിടായിട്ടില്ല ആ കാലഘട്ടത്തിൽ, മുറ്റാണ്. അപ്പോൾ ഫഅലത്ത് ദാലിക, ബീവി വേഗം ആ തവാഫ് ചെയ്തൊപ്പിച്ചു. അപ്പോഴേക്ക് ഈ നിസ്കാരത്തിൽ നിന്ന് ആളുകൾ സലാം വീട്ടലും സുബൈ പിരിയലും ഒക്കെ ആയപ്പോൾ ഈ തവാഫിൻ്റെ 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിയാതെ ഫലം തുസല്ലി ഹത്താ ഖറജത്ത്, ബീവി അങ്ങനെ തന്നെ ആ ഒരു പോക്ക് അങ്ങ് പോയി. എന്ത് ചെയ്തിട്ടില്ല? ഈ 2 റക്അത്ത് നിസ്കരിച്ചിട്ടില്ല. പിന്നെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, ആ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിസ്കരിച്ചിട്ട് ഏതായിരുന്നാലും പുറത്താന്ന് ഉറപ്പായി. ഇവിടെ നിസ്കരിച്ചിട്ടില്ല. ഇതിലൂടെ ബുഖാരി ഇമാം എന്താണ് വരുത്തി വെക്കുന്നത്? തവാഫിന് 2 റക്അത്ത് സുന്നത്തേ ഉള്ളൂ, നിർബന്ധമൊന്നുമില്ല. ഖറജത്ത് എന്നുള്ളതിന് ഇവിടെ എഴുതി കൊടുത്തത് ഈ മക്ക തന്നെ വിട്ടു. ഫദല്ല അലാ ജവാദി സ്വലാത്തി ത്വവാഫി ഖാരിജൻ മിനൽ മസ്ജിദി. ഇത് ലൗ കാന ദാലിക ഷർത്തൻ, ഈ തവാഫിൻ്റെ ശേഷമുള്ള 2 റക്അത്ത് ഒരു ഷർത്തായിരുന്നുവെങ്കിൽ ലമാ അഖറഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ദാലിക, ആ പോയ പോക്കിന് നബിതങ്ങൾ ഇഖ്റാർ നൽകുമായിരുന്നില്ല. അപ്പോൾ വദാഇൻ്റെ തവാഫ് നിർബന്ധമാണ്. പക്ഷേ വദാഇൻ്റെ തവാഫിൻ്റെ ശേഷമാണെങ്കിലും ഇബ്രാഹിം മഖാമിൻ്റെ ബേക്കിൽ നിന്നായാലും അല്ലെങ്കിലും ചെയ്യുക എന്ന് പറയുന്നത് സുന്നത്തേ ഉള്ളൂ. അയാൾക്ക് പുറത്തു പോകാവുന്നതാണ്, പോയയിടത്ത് വെച്ചുകൊണ്ട് അത് നിർവഹിക്കുകയും ചെയ്യാവുന്നതാണ്. ഉമർ എന്നവർ നിസ്കരിച്ചത് ഹറമിൽ നിന്ന് തന്നെയും പോയ ശേഷമാണ്. വയഹത്തമില യക്കൂന ദാലിക ഹദീസൻ ആഖറ ഫഇന്ന ഹദീസഹ ഹാദ ഫി തവാഫിൽ വദാഇ കമാ ബയ്യന്നാഹു. വദാഇൻ്റെ തവാഫ് തന്നെയാണ്. വദാഇൻ്റെ തവാഫ് എല്ലാവരും വദാഇൻ്റെ തവാഫ് ചെയ്ത് പോയ നേരത്ത് ബീവിക്ക് ഹൈലുണ്ടായതുകൊണ്ടോ മറ്റോ അപ്പോൾ സാധിച്ചില്ല. ആ അവസരത്തിലാണ് ഈ പരാതിപ്പെടലൊക്കെ ഉണ്ടായിട്ടുള്ളത്. ബാബുമൻ സ്വല്ലാറക്ക, അപ്പോൾ കഅബനെ കാണുന്ന അവസരത്തിലും ഒരു തവാഫുണ്ട്, അവിടെ നിന്ന് വിട പറയുന്ന അവസരത്തിലും തവാഫ്. പള്ളിക്ക് അങ്ങനെയില്ല. പള്ളിയിലേക്ക് കയറുമ്പോൾ മാത്രമേ തഹിയ്യത്തുള്ളൂ. മനുഷ്യനെ അങ്ങനെയല്ല. മനുഷ്യൻ്റെ കാര്യം കഅബൻ്റെ മാതിരിയാണ്. കണ്ടുമുട്ടുമ്പോഴും ഉണ്ട് സലാം പറയൽ, വിട പറയുമ്പോഴും ഉണ്ട് ഒരു സലാം പറയൽ. കഅബക്കും അങ്ങനെയാണ്, കാണുമ്പോഴും ഉണ്ട് തവാഫ്, ഇറങ്ങുമ്പോഴും ഉണ്ട്. ബീവിൻ്റെ അവസരത്തിൽ പള്ളിയുടേത് കയറുന്ന അവസരത്തിലേ ഉള്ളൂ തഹിയ്യത്ത്, ഇറങ്ങിപ്പോരുന്ന അവസരത്തിൽ ഒരു തഹിയ്യത്തില്ല. ബാബുമൻ സ്വല്ലാ റക്അത്തെ ത്വവാഫി ഖൽഫൽ മഖാമി, ഇബ്രാഹിം മഖാമിൻ്റെ പിറകിൽ നിന്നായി കൊണ്ട് എന്ന് പറയുന്ന അധ്യായം. ഹദ്ദന ആദമു ഹദ്ദന ശുഅബത്തു ഹദ്ദന അംറു ബിൻ ദീനാർ ഖാല സമീഅതു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, ഞാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കേട്ടു, യഖൂലു ഖദിമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്വാഫ ബിൽ ബൈത്തി സബ്അൻ വസല്ല ഖൽഫൽ മഖാമി റക്അത്തൈനി സുമ്മ ഖറജ ഇല സ്വഫ. നബിതങ്ങൾ വന്ന ദിവസത്തിൽ തന്നെ ഖുദൂമിൻ്റെ തവാഫ് ചെയ്തു, അതിൻ്റെ ഉടനെ തന്നെ സഴിയും ചെയ്തു. വഖദ് ഖാലല്ലാഹു തആല ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നാമും എന്തു ചെയ്യണം? ഇബ്രാഹിം മഖാമിൻ്റെ ബേക്കിൽ നിന്ന് നിസ്കരിക്കണം, കാരണം നബിതങ്ങളിൽ നമുക്ക് ഉസ്വത്തുൻ ഹസനത്തുണ്ട്. ആര് പറയുക? ഇത് ഇബ്നു ഉമർ എന്നവർ പറയുക. ചിലപ്പോൾ വഹാബികൾക്കൊക്കെ തോന്നിയേക്കാം ഇത് ഇബ്രാഹിം മഖാമിൻ്റെ ബേക്കിലേക്ക് ഇങ്ങനെ ഉന്തിത്തിരക്കി ചെല്ലുമ്പോൾ അത് ഇബ്രാഹിം നബിക്കും മൂപ്പരുടെ കാലിനും മൂപ്പരുടെ കാല് വെച്ച കല്ലിനുമൊക്കെ പൂജ അർപ്പിക്കലായി പോകും. ആയതുകൊണ്ട്
ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുറച്ച് മാറി നിന്ന് നിസ്കരിക്കട്ടെ എന്നൊക്കെയുള്ളൊരു കണ്ടുപിടുത്തം വഹാബികൾക്ക് തോന്നാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇബ്നു ഉമർ എന്നവർ പറയുന്നത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അങ്ങനെ ഒരു ഷിർക്ക് പേടി, പുലയപ്പേടി എന്നൊക്കെ പറയുമ്പോൾ ഷിർക്ക് പേടി തോന്നുകയാണെങ്കിൽ അത് നബി തങ്ങളിൽ നിന്നല്ലേ ആ പേടി ആദ്യം കാണേണ്ടത്. തങ്ങൾ അവിടെ നിന്നാണ് നിസ്കരിച്ചത്, അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ ആയിരിക്കണം നിസ്കരിക്കുന്നത്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ് വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല. ഇബ്രാഹിം മഖാമിനെ നിങ്ങൾ നിസ്കാരവേദിയാക്കുക. നിങ്ങൾ എനിക്ക് നിസ്കരിക്കുന്നത് ആ വേദിയിൽ വെച്ചായിരിക്കട്ടെ. എനിക്ക് വേണ്ടി പേ ചെയ്യുന്ന ആ മണി ഏത് പോസ്റ്റ് ഓഫീസിലാണ്, ഏത് ബൂത്തിലാണ്, ഏത് ബാങ്കിലാണ് അടക്കേണ്ടത് ഞാനല്ലേ പറയേണ്ടത്. ത്വാഫിന് 2 റക്അത്ത് എനിക്ക് പേ ചെയ്യേണ്ടത് ഈ ബൂത്തിലിട്ടിട്ടാണ്. മൂപ്പരെ കാലിൻ്റെ പിറകെ പോയി നിന്നിട്ട് എല്ലാവരും അവിടെ പേ ചെയ്യുക. റസൂലുള്ളാഹി ആ ആയത്തിന് വഴങ്ങി അവിടെ തന്നെ പേ ചെയ്തു. ഇനി നാമും അവിടെ തന്നെ പോകണം. കാരണം റസൂലുള്ളാഹിൽ നമുക്ക് ഉസ്വത്തുൻ ഹസനത്തുണ്ട്. ഉസ്വത്തുന മാതൃക താസി. ബാബു ത്വവാഫി ബഅദ സുബ്ഹി വൽ അസ്രി. നഫ്ൽ മുത്ലക്ക് എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ല എന്നുണ്ട്. സുബ്ഹി നിസ്കരിച്ച് കഴിഞ്ഞാൽ മഗ്രിബ് വരെ, അല്ല സുബ്ഹി നിസ്കരിച്ച് കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നവരെ, അസ്ർ നിസ്കരിച്ചാൽ മഗ്രിബ് വരെ. ഫർള് നിസ്കാരമല്ല നഫ്ൽ മുത്ലക്ക്. എന്നാൽ അത്തരം വിലക്ക് ഏതിന് ബാധകമല്ല? സുന്നത്തായ തവാഫിനും ഫർളായ തവാഫിനും. അപ്പോൾ നിസ്കാരം മൻഹിയായ സമയമുണ്ട്, തവാഫ് മൻഹിയായ സമയമില്ല. വക്കാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ യുസല്ലി റക്അത്തൈ തവാഫി മാലം തത്ലുഇ ശംസു. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തവാഫിന് 2 റക്അത്ത് നിസ്കരിക്കുന്നു പറയുമ്പോൾ എന്തായി അതിനർത്ഥം? തവാഫ് നടന്നിട്ടുള്ളത് സുബഹിൻ്റെ ശേഷമാണ് എന്നായി. അപ്പോൾ ത്വാഫ ഉമറു ബഅദ സുബ്ഹി ഫറക്കിബ ഹത്താ സ്വല്ല റക്അത്തൈനി ബിദി തുവ. ഉമർ എന്നവർ സുബഹിൻ്റെ ശേഷം തവാഫ് ചെയ്ത് തവാഫിൻ്റെ 2 റക്അത്ത് നിസ്കരിക്കാൻ മക്കത്തൊന്നും നിൽക്കാതെ ദീത്തുവേ പോയി. നമ്മൾ പ്രവേശന കവാടമുണ്ടല്ലോ, കുളിക്കുകയൊക്കെ ചെയ്യേണ്ടത്. നേരത്തെ വന്നു മൂപ്പർ ഹറമിൻ്റെ പുറത്തു പോയി എന്നൊക്കെ പറഞ്ഞു. ഹദ്ദന ഹസ്സൻ ബിൻ ഉമർ അൽ ബസ്രി ഹദ്ദന യസീദ് ബിൻ സുറൈൻ അൻ ഹബീബിൻ അൻ അത്വായിൻ അൻ ഉർവത അൻ ആയിഷ റളിയല്ലാഹു അൻഹ അന്ന നാസൻ ത്വാഫു ബിൽ ബൈത്തി ബഅദ സ്വലാത്തി സുബ്ഹി. കുറച്ച് ആളുകൾ സുബ്ഹി നിസ്കാര ശേഷം കഅബനെ തവാഫ് ചെയ്തു. സുമ്മ ഖാദു, എന്നിട്ട് അവർ ചെന്ന് ഇരുന്നു കൊടുത്തു. ആരുടെ അടുത്തേക്ക് ചെന്ന് ഇരുന്നു കൊടുത്തു? ആയിഷ ബീവി പറയുക, ഇലൽ മുദക്കിരി, അവർ മുദക്കിറിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു കൊടുത്തു. മുദക്കിർ എന്നാൽ ഉദ്ബോധകൻ, വാഴിൽ എന്നർത്ഥം. ഹജ്ജിൻ്റെ ഒരു അമീറൊക്കെ ഉണ്ടാവും, ആ അമീറിൻ്റെ അടുത്തേക്ക് വാല് കേൾക്കാൻ ചെന്ന് ഇരുന്നു കൊടുത്തു സുബഹിന് ശേഷം തവാഫ് ചെയ്തുകൊണ്ട്. ഹത്താ ഇദാ ത്വലഅത്തി ശംസു, അങ്ങനെ സൂര്യൻ ഉദിച്ചു എന്ന് കണ്ടപ്പോൾ ഖാമു യുസല്ലൂന, അപ്പോഴാണ് അവരെല്ലാവരും കൂടി തവാഫിൻ്റെ ശേഷം 2 റക്അത്ത് നിസ്കരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ കാലത്ത് ആയിഷത്തു റളിയല്ലാഹു അൻഹാ ഇത് പറഞ്ഞു, ഖാദൂ, ഇവർ ചെയ്തത് നന്നായില്ല, ഇത്രയും സമയം അവർ ഇരുന്നു. ഹത്താ ഇദാ കാനത്തി സാഅത്തുല്ലത്തി തുക്റഹു ഫിഹ സ്വലാത്തു, അങ്ങനെ നഫ്ൽ മുത്ലക്ക് കറാഹത്താക്കപ്പെട്ട ഒരു ടൈം എത്തിയപ്പോൾ ഖാമു യുസല്ലൂന, ആ ടൈമിൽ പോയിട്ടാണ് അവർ നിസ്കരിക്കാൻ കണ്ടിട്ടുള്ളത് എന്ന് ആയിഷ ബീവി പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? സൂര്യൻ ഉദിക്കുന്ന അവസരത്തിൽ നഫ്ൽ മുത്ലക്ക് തെറ്റായതുപോലെ തവാഫിൻ്റെ 2 റക്അത്തും തെറ്റാണ് എന്നല്ല ആ പറയുന്നതിൻ്റെ അർത്ഥം. തവാഫിൻ്റെ 2 റക്അത്ത് എപ്പോഴും നിസ്കരിക്കാം, 2-3 കാരണങ്ങളാൽ നിസ്കരിക്കാം. ഒന്ന് സബബ് മുന്തിയ നിസ്കാരമാണ്. സബബേതാ? തവാഫ് ചെയ്യൽ, അത് മുന്തിയല്ലോ, അപ്പോൾ പ്രശ്നമില്ല. രണ്ടാമത്തേത് ഹറം എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ ഉള്ളിൽ, മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നതിനുള്ളിൽ ഈ വിലക്ക് തന്നെ ഇല്ല. ഏത് വിലക്ക് തന്നെ ഇല്ല? നഫ്ൽ മുത്ലക്ക് ഹറാമാവുക എന്ന് പറയുന്നത് സംഗതിയേ ഇല്ല. അങ്ങനെയൊക്കെയാണെങ്കിലും ഇവർ ചെയ്തത് ശരിയായില്ല, തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ടെങ്കിലും ശരിയായില്ല. കാരണം തവാഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് തന്നെയാണ് അതിന് ഏറ്റവും ഭംഗി. ഏത്?
തവാഫ് ചെയ്യൽ. ആ ടൈമിൽ തവാഫ് ചെയ്യാതെ അവരെവിടെ പോയിരുന്നു? അവർ അമീറിൻ്റെ വാളും കെട്ടിയിരുന്നു. വാൾ അവസാനിച്ചത് സൂര്യൻ ഉദിച്ചപ്പോഴാണ്. അപ്പോൾ പോയിട്ടാണ് ഇത്. അത് അത്ര തന്നെ ഒരു ചന്തമുള്ള നടപടിയായില്ല എന്നാണ് ആയിഷാബി പറഞ്ഞതിൻ്റെ പൊരുൾ. തെറ്റ് എന്ന് പറഞ്ഞുകൂടെങ്കിലും അസുഖകരമായൊരു നടപടിയായിപ്പോയി. അപ്പോൾ അവിടെ മുദക്കിറിൻ്റെ അടുത്തേക്ക് എത്തുന്നതിനേക്കാളും പ്രധാനം ഇതിനോട് അടുപ്പിക്കലാണ്. തവാഫിനോട് തവാഫിന് 2 റക്അത്തിനെ അടുപ്പിക്കലാണ് ഏറ്റവും പ്രധാനം. പിന്നെ വായിൽ എന്നൊക്കെയുള്ള പ്രയോഗം അല്ല ആയിഷാബി ഉപയോഗിച്ചത്, മുദക്കിർ എന്നാണ്. ഫദക്കിറിന്നെ ഫഅത്തി ദിക്റ എന്നാണല്ലോ ഖുർആനിലുള്ളത്. അപ്പോൾ ആ ലഫ്ള ബീവി ഉപയോഗിച്ചത് മുദക്കിർ. ഹദ്ദനാ ഇബ്രാഹിം മുൻസിർ ഹദ്ദനാ അബൂ അംറ. ബുഖാരി ഇമാമിൻ്റെ ഒരു ഉസ്താദാണ് ഇബ്രാഹിം മുൻസിർ. ഹദ്ദനാ അബൂ അംറത ഹദ്ദനാ മൂസ ബിൻ ഉഖബത നാഫിൻ അന്ന അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഖാല സമീഅത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻഹാ അനി സ്വലാത്തി ഇൻദ തുലൂഇ ശംസി വ ഇൻദ ഖുറൂബിഹ. ആര് പറയാണ്? അബ്ദുല്ല നാഫി എന്നിവർ പറയുന്നു. അന്ന അബ്ദുല്ലാഹിൻ ഉമർ എന്നിവർ പറഞ്ഞു. നാഫിൻ്റെ ഉസ്താദാണ് അബ്ദുല്ലാഹിൻ ഉമർ. ഈ ഹദീസിനെ ഇവിടെ കൊണ്ടുവന്നതിൻ്റെ അർത്ഥം എന്താ? ചിലർക്കെങ്കിലും അഭിപ്രായമുണ്ട്. എന്ത്? ഈ വിലക്കപ്പെട്ട നിസ്കാരത്തിൽ ഏതും പെടും? തവാഫിൻ്റെ ശേഷമുള്ള 2 പെടും. ഹദ്ദനി ഹസൻ മുഹമ്മദിൻ ഹുവ ജഅഫറാനി ഹദ്ദന ഉബൈദത്ത് ബിൻ ഹുമൈദിൻ ഹദ്ദനി അബ്ദുൽ അസീസ് ബിൻ റുഫൈൻ ഖാല റഅയ്തു അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു യതൂഫു ബഅദൽ ഫജ്രി വയുസല്ലി റക്അത്തൈനി. സുബ്ഹിൻ്റെ ശേഷം തവാഫ് ചെയ്യുന്നു, 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്യുന്നു. അത് അബ്ദുല്ലാഹി ബിൻ സുബൈർ. ആ അഭിപ്രായം തന്നെയാണ് ഇമാം ഷാഫി തങ്ങൾക്കുമുള്ളത്. ഖാല അബ്ദുൽ അസീസ് റഅയ്തു അബ്ദുല്ലാഹി ബിൻ സുബൈർ യുസല്ലി റക്അത്തൈനി ബഅദൽ അസ്രി വയുഖ്ബിറു അന്ന ആയിഷത റളിയല്ലാഹു അൻഹാ ഹദ്ദസഹു അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യദ്ഖുൽ ബൈതഹാ ഇല്ലാ സ്വല്ലാഹുമാ. അബ്ദുല്ലാഹിൻ സുബൈറിനെ ഞാൻ കണ്ടു എന്ന് അബ്ദുൽ അസീസ് എന്നവർ പറയുക. അബ്ദുല്ലാഹിൻ സുബൈർ എന്നവരെ എന്ത് കണ്ടു? അസറിൻ്റെ ശേഷം 2 റക്അത്ത്. അതെവിടെ? തവാഫ് ചെയ്ത വർത്താനമൊന്നുമല്ല, അത് ജനറലായിട്ട് അസറിന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കുന്ന സ്ഥിരം കാഴ്ച. ഇതിന് അബ്ദുല്ലാഹിൻ സുബൈർ എന്ന് പറയുന്ന ആൾ മൂപ്പർ ആ നടപടിക്ക് ഇല്ലത്ത് പറയുന്നത് എന്താ? ആയിഷാബി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? റസൂലുള്ളാഹി തങ്ങൾ തൻ്റെ വീട്ടിലേക്ക് 9 ദിവസത്തിലൊരിക്കൽ വരുമല്ലോ. 9 ഭാര്യമാരുണ്ടെങ്കിൽ 9 ദിവസം 9 പെണ്ണുങ്ങൾക്ക് നീക്കി വെച്ചിട്ടുണ്ടാവും, രാവും പകലും ഒക്കെ തന്നെ. പകൽ പിന്നെ എല്ലാവരുടെ അടുത്തും ഒന്ന് കയറി ഇറങ്ങിയൊക്കെ ചെയ്യും. രാത്രി ഫുള്ള് ഓരോരുത്തർക്കും അനുവദിക്കപ്പെട്ട അടുത്ത് തന്നെ. എന്നാൽ അസറിൻ്റെ നേരത്ത് എനിക്ക് വരുന്ന ഏതെല്ലാം ഡേറ്റ് ഉണ്ടോ ആ അവസരത്തിലൊക്കെ എനിക്ക് കിട്ടുന്ന പകലുകളിൽ അസർ നിസ്കരിച്ച് എൻ്റെ വീട്ടിലെത്തിയാൽ നബിതങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് എന്ന വർത്തമാനം ആയിഷ ബീവി അസ്മാ ബീവിൻ്റെ മകനായ അബ്ദുല്ലാഹിൻ സുബൈർ, സഹോദരിയുടെ പുത്രനാണ്. നാളെ ഉർവത്തുബിൻ സുബൈർ എന്ന് പറഞ്ഞ മാതിരി തന്നെ അബ്ദുല്ലാഹിൻ. അത് കേട്ടപ്പോൾ അബ്ദുല്ലാഹിൻ സുബൈർ അത് അപ്പടി ഒപ്പിയെടുത്തു. എന്നാൽ അവരുടെ ആ നിലപാട് അല്ല ഈ വിഷയത്തെപ്പറ്റി ഷാഫി ഇമാമിന് പറയാനുള്ളത്. അവരുടെ നിലപാട് എന്തായിരുന്നു? നബിതങ്ങൾ അസറിന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കുന്നത് കണ്ടു, അപ്പോൾ അതേ നിലപാട് നമ്മളും തുടരുക. ഐഷാബി നിസ്കരിച്ചു എന്ന് ഐഷാബി പറഞ്ഞിട്ടില്ല, ഞാൻ കണ്ടു എന്ന് കേട്ടിട്ടേ ഉള്ളൂ. അത് കേട്ടപാട് അബ്ദുല്ലാഹിൻ സുബൈർ അത് ഒപ്പിയെടുത്തു. എന്നാൽ റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ ചെയ്തതിനെപ്പറ്റി ഷാഫി ഇമാം എന്താ പറഞ്ഞത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണം പറഞ്ഞുകൊണ്ട് ചെയ്തതാണ്. സാധാരണ നബി തങ്ങൾ അസറിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിക്കൽ അസറിന് മുമ്പ് തന്നെയാണ്. ളുഹറിന് മുമ്പുള്ളത് ളുഹറിന് മുമ്പ് നിസ്കരിക്കും, ളുഹറിന് ശേഷമുള്ളത് ളുഹറിന് ശേഷം നിസ്കരിക്കും. ഈ അസറിന് മുമ്പുള്ള 2 റക്അത്ത്, ളുഹറിന് ശേഷമുള്ള 4 റക്അത്ത് എന്നൊക്കെ പറയുന്നതിൽ നിന്ന് ഏതോ ഒരു 2 എണ്ണം ഒരു സ്ഥലത്ത് തങ്ങൾ ഒരു പഞ്ചായത്ത് കേസ് പഞ്ചായത്താക്കാൻ വേണ്ടി പോയി അവിടെ നേരം വൈകിയത് കൊണ്ട് തങ്ങൾക്ക് ആ റവാത്തിബുകളിൽപ്പെട്ട ഏതോ ഒരു 2 റക്അത്ത് മിസ്സായി. ഈ മിസ്സായത് നബി തങ്ങൾ അസർ നിസ്കരിച്ചതിന് ശേഷം വീണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. മിസ്സായത് വീണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ അങ്ങനെ സംഭവിച്ചപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ദവാമ് എടുത്തു. തങ്ങൾക്ക് അങ്ങനെയുണ്ട്, ഒന്ന് ചെയ്താൽ അതിന്മേലുള്ള ദവാമ് എടുക്കുക.
അപ്പോൾ ഒന്ന് അങ്ങനെ മിസ്സായ എന്ന ഉദറിൻ്റെ പേരിൽ അസറിൻ്റെ ശേഷം വീണപ്പോൾ ആ അമലിനെ ദായിമവൽക്കരിച്ചു എന്നുള്ളതാണ്. പിന്നെ ആയിഷാ ബീബി തൻ്റെ അരികിൽ വരുന്ന സമയത്തും അസറിന് ശേഷം ഈ കാണുന്നതിൻ്റെ ഇടവരുത്തിയിട്ടുള്ളത്. പക്ഷേ ഉമ്മത്തിന് അത് ബാധകമല്ല എന്ന്. അത് റസൂലുള്ളാഹി തങ്ങളുടെ ഒരു ഖുസൂസിയത്താണ്. നമുക്കങ്ങനെ ഇന്നലെ മിസ്സായി എന്ന് വിചാരിച്ചുകൊണ്ട് അത് ഇന്ന് അസറിന് ശേഷം വീണ്ടെടുത്താലും നാളെ മിസ്സാവാതെ തന്നെ അതേ നിലയ്ക്ക് ദായിമാവേണ്ട ആവശ്യം ഉമ്മത്തിനില്ല. അത് തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഖുസൂസിയത്താണ് എന്നാണ് ആ ഷാഫി ഇമാം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നമുക്കും അങ്ങനെ മിസ്സായാൽ ആ മിസ്സായത് വീണ്ടെടുക്കുന്നതിന് കുഴപ്പമില്ല. അത് നഫ്ൽ മുത്തലക്കിലല്ല വിടുക, നഫ്ൽ മുത്തലക്കിലല്ല. നഫ്ൽ മുത്തലക്ക് അല്ലാത്ത അതാണ് തങ്ങൾ എടുത്തിട്ടുള്ളത്. പിന്നെ തുടർന്ന് എടുക്കുന്നതൊക്കെ അതിൻ്റെ ദവാമീകരണമാണ്. ഒരിക്കലും അത് നഫ്ൽ മുത്തലക്കായിരുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾക്ക് ഖാസായ ആ ദവാമീകരണം നമുക്കും അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു ഈ അബ്ദുല്ലാഹിൻ സുബൈർ എന്നവർ. അത് മൂപ്പരുടെ ഒരു ഇജ്തിഹാദാണ്. ഷാഫി ഇമാം ആ വിഷയത്തെക്കുറിച്ച് പഠിച്ചു. മൂപ്പർ പറഞ്ഞത് അത് റസൂലുള്ളാഹി തങ്ങളുടെ ഖുസൂസിയത്തിൽ എണ്ണിയാൽ മതി, നമുക്ക് അതിൽ കൈയിടേണ്ട കാര്യമില്ല. നമുക്ക് അസറിന് ശേഷം ഇല്ല, പരമാവധി അസറിന് ശേഷം നിസ്കാരം ഒഴിവാക്കുക വേണ്ടത്. നഫ്ൽ മുത്തലക്ക് തീരെ പറ്റൂല. അല്ലാത്തതും അവിടേക്ക് എത്തിക്കാതെ നോക്കണം. ഒരാൾക്ക് ളുഹറിൻ്റെ ശേഷം 2 റക്അത്ത് അവിടെ നിസ്കരിക്കാൻ സമയം കിട്ടിയിട്ട് മുമ്പരത് മിസ്സാക്കുക. അസർ നിസ്കരിച്ചാൽ സൗകര്യം പോലെ സമയമുണ്ടല്ലോ, അങ്ങനെ ചെയ്യരുത്. അത് എവിടെ തന്നെ കൊള്ളിക്കണം, മുമ്പ് തന്നെ കൊള്ളിക്കേണ്ടതാണ്. അസറിന് പള്ളിയിൽ പോകുന്ന ഒരാൾ ഇഖാമത്ത് കൊടുക്കാൻ നേരത്തെ അങ്ങോട്ട് കയറാം, സലാം കിട്ടിയതിൻ്റെ ശേഷം പിന്നെ നമുക്ക് ബാക്കിയുള്ളത് അങ്ങനെ എടുക്കാമല്ലോ. അങ്ങനെ ചെയ്യരുത്, മുന്നേ തന്നെ കൊണ്ടുവരണം. അത് നഫ്ൽ മുത്തലക്കാകുമ്പോഴേ ഉള്ളൂ. നഫ്ൽ മുത്തലക്ക് എന്നതിൻ്റെ പേരിലുള്ള സാമ്യമാകുന്നതിനേ നമുക്ക് പ്രശ്നമുള്ളൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം ആവശ്യം വരുന്നു കണ്ടാൽ പിന്നെ അവിടെ സാമ്യം നോക്കിയിട്ട് കാര്യമില്ല. ഫർളിനെ ഖളാ വീട്ടാനുണ്ട്, ഫർളിനെ ചെയ്യാനുണ്ട്, അതല്ലെങ്കിൽ മിസ്സായി പോയ വല്ല റവാത്തിബിനെ എടുക്കാനുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ സാമ്യത നോക്കുകയല്ല, അത് ചെയ്യുക തന്നെയാണ് വേണ്ടത്. പ്രത്യേകമായ ഒരു വിഷയമൊന്നും ബോധിപ്പിക്കാനില്ലാതെ അങ്ങോട്ട് എടുക്കുന്ന അവസരത്തിൽ അതാണ് അവരോട് സാമ്യപ്പെടൽ എന്ന്. റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു നോക്കട്ടെ, ആരെങ്കിലും സൂര്യനെ ആരാധിക്കുന്ന അല്ല, നിങ്ങളെ പരിപാടി തിരക്കേടില്ലല്ലോ. അപ്പോൾ തങ്ങൾക്ക് പറഞ്ഞാൽ ഞാൻ രാവിലെ ചെയ്യുന്നില്ലല്ലോ, സാമ്യമാണെങ്കിൽ അവിടെ ഉണ്ടാവില്ലേ. എൻ്റെ എല്ലാ ദിവസവും അസന്ദേശങ്ങൾ ഇത് കാണുന്നതാണ് നിങ്ങൾക്ക് തലവേദന സന്തോഷം തോന്നുന്നെങ്കിൽ സാമ്യത അവർ രാവിലെയും പൂജിക്കുന്നുണ്ടല്ലോ, അതില്ലല്ലോ, ഇല്ല. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സാമ്യത്തിൻ്റെ പേരിലല്ല, എനിക്കിങ്ങനെ ദവാമീകരണം എന്ന് പറയുന്നൊരു പ്രക്രിയയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. വിസ്വാലായി നോമ്പ് കേൾക്കാൻ പാടില്ല എന്ന് തങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ട് തങ്ങൾ നോറ്റപ്പോൾ തങ്ങളതിന് കാരണം പറഞ്ഞു കൊടുത്തു. നിങ്ങളെ പോലെയല്ലേ ഞാൻ എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നപോലെ ഇവിടെ എന്തോ ഒരു പ്രത്യേക കാരണം ഉണ്ടാവും. ടൈം കാത്തു നിൽക്കുമെന്നാണ്. ഒരു ആബിദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റേതായ ടൈം അദ്ദേഹത്തിന് വേണ്ടി കാത്തുനിൽക്കും. സ്ഥലം കാത്തു നിൽക്കുന്ന പോലെ സ്ഥിരമായിട്ട് ഒരു തൂണിൻ്റെ അരികിൽ വെച്ചുകൊണ്ടാണ് ഒരു ചങ്ങാതി റവാത്തിബ് എടുക്കൽ എങ്കിൽ ആ തൂണ് അവനെ കാത്തു നിൽക്കും, ആ തൂണിൻ്റെ താഴെ നിൽക്കുന്ന നില അവനെ കാത്തു നിൽക്കും. എന്ന പോലെയാണ് ടൈം ഓരോ ടൈം, ളുഹാൻ്റെ ടൈം മറ്റേതിൻ്റെ ടൈം. വിശിഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലത്തെ ഒരാളുടേതാകുമ്പോൾ ആ ടൈം കാത്തിരിക്കും. ഇപ്പോൾ ഒരു ദിവസം അസറിൻ്റെ ശേഷം അങ്ങനെ സംഭവിച്ചപ്പോൾ പിറ്റേ ദിവസത്തെ അസറിൻ്റെ ശേഷമുള്ള വഖത്തും തന്നെ ഇപ്പോൾ കിട്ടും വിചാരിച്ച് കാത്തിരിക്കുന്നുണ്ടാവും. എന്നാൽ പിന്നെ ആ പൂജ അങ്ങ് തീർന്നോട്ടെ, മറ്റേ ടൈം പിന്നെ വേറെ കാലിയാവില്ലേ എന്നൊരു ചോദ്യം ഉണ്ടാവും. ഇതിൻ്റെ ഔദ്യോഗികമായ ഒരു സമയം ഉണ്ടായിരുന്നില്ലേ, അവിടെ 4 ഇല്ലയോ, മുമ്പുള്ളതൊക്കെ 4 ഉണ്ടല്ലോ. 4 ഉണ്ടാകുമ്പോൾ 2 അവിടെ കിട്ടി, ബാക്കി 2 ഇയാൾക്കും കൊടുക്കട്ടെ എന്ന് തങ്ങളങ്ങ് തീരുമാനിച്ചതായിരിക്കാം. പക്ഷെ ആ ജാതി ഒരു പള്ള നടക്കലൊന്നും നമുക്ക് ബാധകമല്ല. അവിടെ